സിംഗപ്പൂർ ഗോൾ കീപ്പറായ ഹസൻ ബിൻ അബ്ദുള്ള സുന്നിയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്ന്. ഹസൻ സുന്നി ഇന്ന് സിംഗപ്പൂരിന്റെ മാത്രം സ്റ്റാർ അല്ല, ചൈനയുടെ കൂടിയാണ്. എന്താണ് അതിന് കാരണം? അത് ഹസൻ സുന്നിയുടെ ഒരു കുറിപ്പിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ദയവ് ചെയ്ത് ഇനി എൻ്റെ അക്കൗണ്ടിലേക്ക് ആരും പണം അയക്കരുത്. ഈ കുറിപ്പിൽ നിന്നാണ് ലോകം മുഴുവൻ ഹസൻ സുന്നിയിലേക്ക് ശ്രദ്ധ പതിക്കാനുണ്ടായ കാരണം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഹസൻ സുന്നിയുടെ അക്കൗണ്ടിലേക്ക് ഇടവേളകളില്ലാതെ പണം അയച്ചുകൊണ്ടേയിരിക്കുകയാണ് ചൈനീസ് ഫുട്ബോൾ ആരാധകർ. എന്തിനാണ് ചൈനീസ് ആരാധകർ സിംഗപ്പൂർ ഗോൾ കീപ്പറുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നത്? ജൂൺ 11-ാം തീയതി അർദ്ധരാത്രിയോടെ ചൈനയിൽ വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു നടന്നത്. അതിന്റെ കാരണം ചൈന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ 3-ാം റൗണ്ടിലേക്ക് പ്രവേശിച്ചതാണ്. ഇത് ചൈനീസ് ഫുട്ബോൾ ആരാധകരെ വലിയ ആവേശത്തിലാഴ്ത്തി. എന്നാൽ ചൈനയുടെ ലോകകപ്പ് യോഗ്യതയും സിംഗപ്പൂർ ഗോൾ കീപ്പർ ഹസൻ സുന്നിയും തമ്മിൽ എന്താണ് ബന്ധം? അവിടെയാണ് ഹസൻ സുന്നിയും സിംഗപ്പൂരും കടന്നു വരുന്നത്. ചൈനയുടെ ലോകകപ്പ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാതെ അവർക്ക് വെളിച്ചം പകർന്നത് ഹസൻ സുന്നി കൂടിയാണെന്ന് പറയേണ്ടി വരും. അഥവാ ഹസൻ സുന്നിയാണ്. ജൂൺ 11-ന് നടന്ന സിംഗപ്പൂർ തായ്ലൻഡ് മത്സരം ചൈനയുടെ ലോകകപ്പ് 3-ാം റൗണ്ട് പ്രവേശനത്തിന് വളരെ നിർണായകമായിരുന്നു. 3-ഓ അതിലധികമോ ഗോളുകൾക്ക് തായ്ലൻഡ് സിംഗപ്പൂരിനെ തോൽപ്പിച്ചാൽ ചൈനയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ ആ രാത്രി കൊണ്ട് അവസാനിക്കുമായിരുന്നു. ഒപ്പം തായ്ലൻഡ് അവസാന റൗണ്ടിലേക്ക് കടക്കുകയും ചെയ്യും. എന്നാൽ കളത്തിൽ അന്നത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് 40-കാരനായ സിംഗപ്പൂർ ഗോൾ കീപ്പർ ഹസൻ സുന്നിയായിരുന്നു. മത്സരത്തിലുടനീളം സിംഗപ്പൂർ ഗോൾ കീപ്പർ ഹസൻ സുന്നി നടത്തിയ അത്ഭുത പ്രകടനം തായ്ലൻഡിനെ വമ്പൻ വിജയത്തിൽ നിന്ന് അകറ്റി. 3-1-നാണ് തായ്ലൻഡ് സിംഗപ്പൂരിനെ പരാജയപ്പെടുത്തിയത്. തായ്ലൻഡ് കളിക്കാരുടെ ഗോളം ഉറപ്പിച്ച 11ഓളം ഷോട്ടുകളാണ് ഹസൻ സുന്നി തടഞ്ഞിട്ടത്. മത്സരത്തിൽ ഏകദേശം 3-ലേറെ ഗോളുകൾ വഴങ്ങുമായിരുന്ന സിംഗപ്പൂരിനെ വമ്പൻ തോൽവിയിൽ നിന്ന് രക്ഷിച്ചത് 40-കാരനായ ഗോൾ കീപ്പർ ഹസനാണ്. ഇതോടെ തായ്ലൻഡ് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിന്ന് പുറത്തായി. ഇത് ചൈനയ്ക്ക് 3-ാം റൗണ്ടിലേക്ക് വഴി തുറക്കുകയും ചെയ്തു. ഇതോടെയാണ് സിംഗപ്പൂർ ഫുട്ബോൾ ടീമിനും ഹസനും നന്ദി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചൈനീസ് ആരാധകർ രംഗത്തെത്തിയത്. മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് ചൈനീസ് ആരാധകർ ഈ നേട്ടത്തെ വിശേഷിപ്പിച്ചത്. ഒപ്പം ഹസൻ സുന്നിയാണ് തങ്ങളെ വിജയിപ്പിച്ചതെന്നും പറഞ്ഞു. ഇതോടെ ചൈനയുടെ ദേശീയ സ്റ്റാർ ആയി മാറിയിരിക്കുകയാണ് ഹസൻ സുന്നി. ഹസനും ഭാര്യയും ചേർന്ന് സിംഗപ്പൂരിൽ ദാപൂർ ഹസൻ എന്ന റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. തായ്ലൻഡുമായുള്ള മത്സരത്തിന് ശേഷം ഹസന്റെ ഈ റെസ്റ്റോറന്റിലേക്ക് ചൈനക്കാരുടെ കുത്തൊഴുക്കാണ്. ഇതിനിടയിലാണ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരാൾ കടയിലെ QR കോഡ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. പിന്നീട് ഹസന്റെ അക്കൗണ്ടിലേക്ക് ചൈനയിൽ നിന്നുമുള്ള പണത്തിന്റെ കുത്തൊഴുക്കാണ് ഉണ്ടായത്. ഇങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കട്ടെ എന്നാണ് പണം അയച്ച ഒരാൾ നടത്തിയ പ്രതികരണം. നിരവധി പേരാണ് പിന്നീട് ചൈനയിൽ നിന്ന് ഹസന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. ഇതുപോലൊരു അനുഭവം തനിക്ക് മുമ്പൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഹസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഇതിനിടയിൽ ഹസന്റേതെന്ന പേരിൽ മറ്റു ചില വ്യാജ QR കോഡുകളും പ്രചരിച്ചതോടെ ചൈനീസ് ആരാധകരോട് ഇനി തന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കരുതെന്ന അഭ്യർത്ഥനയുമായി ഹസൻ രംഗത്തെത്തി. ചൈനീസ് ആരാധകരുടെ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തെ പ്രശംസിക്കാനും ഹസൻ മറന്നില്ല. സിംഗപ്പൂർ ദേശീയ ടീമിനും രാജ്യത്തിനും തങ്ങളുടെ നന്ദി അറിയിച്ചിരിക്കുകയാണ് ചൈനീസ് ഫുട്ബോൾ ആരാധകർ. ടൂറിസം മെച്ചപ്പെടുത്തുന്നതിനായി ഈ അവധിക്കാലം ഞങ്ങൾ സിംഗപ്പൂരിൽ ചെലവഴിക്കുമെന്നാണ് ആരാധകർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രത്യുപകാരം.